കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും 20 ടൊയോട്ട ഗ്ലാൻസ കാറുകൾ, 28 ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ, 28 ഗോദ്രേജ് എയർ കണ്ടീഷണറുകൾ, 28 ഗൃഹോപകരണ കോംബോ പാക്കുകൾ, കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും, ബമ്പർ സമ്മാനം 25 ലക്ഷം രൂപയുടെ സ്വർണം. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും. കല്യാൺ സിൽക്സ്. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മഹാത്മാ സംഘം ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ 82ാം ജന്മദിനമാണെന്ന്. ഇന്ത്യ രാജ്യം മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജീവ് ഗാന്ധി 1984 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, ഇന്ത്യയുടെ കരുത്തനായ പ്രധാനമന്ത്രിയായ സമയത്താണ് ജനാധിപത്യത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മുതൽക്കൂട്ട്, രാജ്യത്തിന്റെ കരുത്ത് യുവതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്ത് 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ യുവതി യുവാക്കൾക്കും വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. അതുപോലെ ഇന്ന് കാണുന്ന ഗ്രാമാന്തരങ്ങളിൽ വികസനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രാമസ്വരാജ് നടപ്പിലാക്കി ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവരാനായിട്ടുള്ള ബില്ല് പാസാക്കി അതിന്റെ നടപടികൾ പൂർത്തീകരിച്ചത് രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നു. നമുക്കറിയാം, രാജ്യത്തിന്റെ പുരോഗതിക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഇന്ത്യയുടെ എക്കാലത്തെയും കരുത്തനായിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. മറ്റു രാജ്യങ്ങളുമായി സൗഹൃദത്തിൽ പോകുന്നതിനും രാജ്യത്തിന്റെ പുരോഗതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാവി, അതായത് 50 വർഷത്തെ കരുതൽ, അതിനുവേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് NM വിനീഷ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ഭാരവാഹികളായ KC സെബാസ്റ്റ്യൻ, AB സഞ്ജയ്, ആൽബിൻ പാണേങ്ങാടൻ, AB ആഷിഖ്, PJ ഷാരോൺ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. KA സാബു, PT വർഗീസ്, PA ജോസ്, KK ലക്ഷ്മണൻ, PA തോമസ്, റോസി ഔസേപ്പ്, രാധാചന്ദ്രൻ തുടങ്ങിയവർ പുഷ്പാർച്ചനയ്ക്കും അനുസ്മരണ ചടങ്ങുകൾക്കും നേതൃത്വം നൽകി.